വെൽക്കം ബാക്ക് ടു സക്സസ് അക്കാഡമീസ് യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് SSC CPOൻ്റെ പ്രീവിയസ് ഇയർ മാത്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്. അപ്പോൾ ഫസ്റ്റ് ഡേയിൽ ഫസ്റ്റ് ഷിഫ്റ്റിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ്. നമ്മൾ ആദ്യത്തെ 25 ക്വസ്റ്റ്യൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിരുന്നു. ബാക്കിയുള്ള 25 ക്വസ്റ്റ്യനാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ P/Q 4:5 ആണ്. Q/R 3:4 ആണ്. R/S 2:5 ആണ്. അങ്ങനെയെങ്കിൽ കാണേണ്ടത് P/S ആണ്. അപ്പോൾ അത് വേഗം കാണാൻ വേണ്ടിയിട്ട് PQRS ഇത്രയും ടേംസിൻ്റെ റേഷ്യോ നമുക്ക് നിൽക്കുന്നത് P/Q 4:5, Q/R 3:4 ആണ്. അത് അടുത്ത ലൈനിൽ വേണം എഴുതാൻ. അപ്പോൾ 3:4 എഴുതി. ഇനി R/S 2:5 അത് അടുത്ത ലൈനിൽ മൂന്നാമത്തെ ലൈനിൽ എഴുതി. ഇനി ഇവിടെ വേക്കൻറ്റ് സ്പേസ്, ഇവിടെ വേക്കൻറ്റ് സ്പേസ്, ഇവിടെ എല്ലായിടത്തും വേക്കൻറ്റ് സ്പേസ് ഉണ്ട്. അപ്പോൾ വേക്കൻറ്റ് സ്പേസ് ഉള്ളിടത്ത് എന്ത് ചെയ്യുക, സെയിം ലൈനിൽ തൊട്ടടുത്ത് കിടക്കുന്ന വാല്യൂ എടുത്തെഴുതുക. അപ്പോൾ ഇവിടെ ആണെങ്കിൽ തൊട്ടടുത്ത് ഏതാ വരുന്നത് 5 ആണ്. അപ്പോൾ ആ 5 അപ്പുറത്തേക്ക് എഴുതാം. ഇവിടെയാണെങ്കിൽ തൊട്ടടുത്ത് 4 ആണ്, 4 ഇപ്പുറത്തേക്ക് എഴുതി. ഇവിടെയാണെങ്കിൽ 3 ആണ്, ആ 3 ഇങ്ങോട്ടേക്ക് എഴുതി. ഇവിടെയാണെങ്കിൽ 2. ഇനി നമുക്ക് P-ൻ്റെതും പിന്നെ ആരെയാണ് S-ൻ്റെയാണ് വേണ്ടത്. P/S എഴുതാണെങ്കിൽ P എന്ന് പറയുന്നത് ഇത് ഫുൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 × 3 × 2 S ആണെങ്കിൽ 5 × 4 × 5. ഇനി ആരൊക്കെ കട്ട് ചെയ്യാം, 4ഉം കട്ട് ചെയ്യാം. ബാക്കി ആരൊക്കെ ഉണ്ട്, 6:25. അപ്പോൾ P-ൻ്റെയും S-ൻ്റെയും റേഷ്യോ 6:25 ആണ്. ഓപ്ഷൻ നമ്പർ 2. ക്ലിയർ ആയല്ലോ. അടുത്തത് if 25 persons can complete a work in 140 days, then how many persons will be required to complete the same work in 70 days? ഒരു വർക്ക് 140 ദിവസം കൊണ്ട് 25 പേർക്കാണ് ചെയ്ത് തീർക്കാൻ പറ്റുന്നതെങ്കിൽ സെയിം വർക്ക് 70 ദിവസം കൊണ്ട് തീർക്കാൻ വേണ്ടിയിട്ട് എത്ര ജോലിക്കാരെ ആവശ്യമുണ്ട്? അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? N1 × D1 = N2 × D2. ഇതിൽ N എന്ന് പറയുന്നത് നമ്പർ ഓഫ് പീപ്പിളും അതുപോലെ D എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡേയ്സും ആണ്. അപ്പോൾ ആദ്യത്തെ കേസിൽ 25 പേര് 140 ദിവസം കൊണ്ട്. രണ്ടാമത്തെ കേസിൽ നമ്പർ ഓഫ് ഡേയ്സ് 70 ആണ്. ആളുകളുടെ എണ്ണം നമുക്കറിയില്ല. കട്ട് ചെയ്തപ്പോൾ എത്ര വന്നു, 2 വന്നു. അപ്പോൾ N = 25 × 2, അതായത് 50 പേരാണ് ഇതേ വർക്ക് 70 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ആൾക്കാരുടെ എണ്ണം. ഓക്കെ ആണല്ലോ. അടുത്തത് എ സെല്ലർ യൂസസ് ഫോൾട്ടി വെയ്റ്റ് ഇൻ പ്ലേസ് ഓഫ് എ 2 kg വെയ്റ്റ് ആൻഡ് ഏൺസ് 25% പ്രോഫിറ്റ്. He claims that he is selling on the cost price in front of the customers but uses a faulty weight. How much error is there in 2 kg weight to gain 25%? ഒരു കച്ചവടക്കാരൻ വിൽക്കുന്ന സമയത്ത് മേടിക്കാൻ വരുന്ന ആൾക്കാരോട് പറയാണ് കോസ്റ്റ് പ്രൈസ് തന്നെയാണ് വിൽക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷെ എന്താ, 25% പ്രോഫിറ്റ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ 2 kg വിൽക്കുന്ന സമയത്ത് 25% പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ എത്രത്തോളം എററാണ്, അതായത് 2 kgക്ക് പകരം എത്ര ഗ്രാം കുറച്ചിട്ടാണ് വിൽക്കുന്നത്, ഇതാണ് കാണേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ റേഷ്യോ മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി എന്ത് ചെയ്യുക, തന്നിരിക്കുന്ന പ്രോഫിറ്റ് പെർസെൻറ്റേജിന് അത് 25% ഫ്രാക്ഷനാക്കി എഴുതുക. ഫ്രാക്ഷനാക്കി എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25% എന്ന് പറഞ്ഞാൽ എത്രയാണ്, 100ൽ 25. അപ്പോൾ 25/100നെ നമ്മൾ 25 വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ 1/4 എന്ന് കിട്ടും. ഇതിൽ നിന്ന് കോസ്റ്റ് പ്രൈസിൻ്റെ സെല്ലിംഗ് പ്രൈസിൻ്റെ റേഷ്യോ എഴുതുക. കോസ്റ്റ് പ്രൈസ് എപ്പോഴും എത്രയായിരിക്കും, ഡിനോമിനേറ്ററിൽ വരുന്ന വാല്യൂ ആയിരിക്കും കോസ്റ്റ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസിൻ്റെ വാല്യൂ പ്രോഫിറ്റും ലോസും അനുസരിച്ച് വ്യത്യാസം വരും. പ്രോഫിറ്റ് ആണെങ്കിൽ കോസ്റ്റ് പ്രൈസിനേക്കാളും എപ്പോഴും കൂടുതലായിരിക്കും സെല്ല് ചെയ്യുന്നത്. അപ്പോൾ എത്ര ആഡ് ചെയ്യണം, ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും കൂടി ആഡ് ചെയ്യുക. ഇവിടെ നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത് 25% പ്രോഫിറ്റ് എന്നാണ്. അപ്പോൾ നമ്മൾ ആഡ് ചെയ്തു, 5 എന്ന് എഴുതി. ഇനി ലോസ് എന്ന് പറഞ്ഞെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു, 4 - 1 ചെയ്യുക, 3 കിട്ടും. ഇത് വരുന്നത് പ്രോഫിറ്റിൻ്റെ ഇക്വേഷനായിട്ടുള്ള CP - SP - CP/CP ഈ ഒരു ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ ഈ പറയുന്ന റേഷ്യോ എടുക്കുന്നത്. അപ്പോൾ റേഷ്യോ കിട്ടി, 4:5 കിട്ടി. ഇനി പറഞ്ഞേക്കുന്നത് ഇദ്ദേഹം വിൽക്കുന്നത് കോസ്റ്റ് പ്രൈസ് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ചെന്ന് മേടിക്കാൻ നേരത്ത് എന്ത് ചെയ്യുക, ഇയാൾ 2 kg ഉണ്ട്. അപ്പോൾ എത്ര ഗ്രാം, 2000 ഗ്രാം. 2000 ഗ്രാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് വിൽക്കുമ്പോൾ വാങ്ങിക്കാൻ ചെന്ന ആൾ എന്ത് കൊടുക്കണം, 2000 ഗ്രാമിന് അല്ലെങ്കിൽ 2 kgക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫുൾ എമൗണ്ട് കൊടുക്കണം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്, 2000 ഗ്രാമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെല്ലിംഗ് പ്രൈസ്. പക്ഷെ അത്രയും കൊടുക്കുന്നില്ല, എത്രയോ കുറച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പോഴാണ് 25% ലാഭം കിട്ടിയത്. അപ്പോൾ ഈ 5നെ
2000 ആക്കാൻ വേണ്ടിയിട്ട് എത്ര വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? ഇൻറ്റു 400 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2000 കിട്ടും. അപ്പോൾ ഇവിടെ 400 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ സൈഡിലും 400 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നമുക്ക് എത്ര കിട്ടി? 1600 2000 കിട്ടി. അതായത് 2000 ഗ്രാം എന്ന് പറഞ്ഞ് വിൽക്കുന്നതിൽ എത്രയുള്ളൂ? 1600 ഗ്രാമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇദ്ദേഹത്തിന് ചിലവാകുന്നത് കൊടുക്കുന്ന സാധനത്തിൻ്റെ മാത്രം 1600 മാത്രമാണ് ചിലവാകുന്നുള്ളൂ. അതുകൊണ്ടാണ് കോസ്റ്റ് പ്രൈസിൻ്റെ സ്ഥാനത്ത് 1600 വിൽക്കുമ്പോൾ 2000 ഉണ്ടെന്ന് പറഞ്ഞ് വിൽക്കുന്നുണ്ട് 2000 പൈസ ഇങ്ങോട്ടേക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ എത്ര എറർ വരുന്നുണ്ട്? ഒരു 400 ഗ്രാമിൻ്റെ കുറവ് വരുന്നുണ്ട്. അപ്പോൾ എറർ എന്ന് പറയുന്നത് 400 ഗ്രാം. ഓപ്ഷൻ നമ്പർ 4 ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. അടുത്തത് സിംപ്ലിഫിക്കേഷൻ ആണ്. സിംപ്ലിഫിക്കേഷൻ എങ്ങനെ വേണം ചെയ്യാൻ? ബോർഡ് മാസ് റൂള് യൂസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഇതിൽ ബി എന്ന് പറയുന്നത് ബ്രാക്കറ്റ്, ഒ ഓഫ് ഡി ഡിവിഷൻ, എം മൾട്ടിപ്ലിക്കേഷൻ, എ അഡീഷൻ ആൻഡ് എസ് സബ്ട്രാക്ഷൻ ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം 81/3/4ൻ്റെയും അതേപോലെ 1/32 the whole raised to -2/5ൻ്റെ വാല്യൂ ആദ്യം കണ്ടുവയ്ക്കാം. 81നെ നമുക്ക് 3/4 ഇതിൽ കൂടെ 3/4ൻ്റെ വാല്യൂ എത്ര തന്നെയാണ്? 81 ആണ്. the whole raised to 3/4. അപ്പോൾ a raised to m whole raised to n എന്നാണെങ്കിൽ നമുക്കിതിനെ a raised to m into n എന്ന് എഴുതാൻ പറ്റും. അതേപോലെ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? 3/4 into 3/4. അപ്പോൾ 4ഉം 4ഉം കട്ടായി പോയിട്ട് 3 ക്യൂബ് വന്നു. 3 ക്യൂബിൻ്റെ വാല്യൂ എത്രയാണ്? 27 ആണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 27 ആയി. ക്ലിയർ ആയല്ലോ. അടുത്തത് 1/32 raised to -2/5 എന്നാണ്. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? 32നെ മുകളിലേക്ക് കൊണ്ടുപോകാം. 32നെ മുകളിലേക്ക് കൊണ്ടുപോയി കഴിയുമ്പോൾ ഈ -2/5 എന്നുള്ളത് എന്താകും? +2/5 എന്നാകും. മുകളിലേക്ക് പോകുമ്പോൾ +2/5 എന്നായി. 32നെ എന്താക്കണം? നമ്മൾ നേരത്തെ ഈ 4 കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 3/4 എന്ന് എഴുതിയത്. അതേപോലെ നമുക്ക് ഇവിടെ കട്ട് ചെയ്ത് കളയേണ്ടത് 5നെയാണ്. അപ്പോൾ 32 എന്ന് പറയുന്നത് ഏത് നമ്പർ റേസ് ടു 5 ആണ്? 2/5 ആണ് 32. അപ്പോൾ 2/5 ഇൻറ്റു 2/5. 5ഉം 5ഉം കട്ടായിപ്പോയി. ബാക്കി എത്രയുണ്ട്? 2 സ്ക്വയർ ആണ്. 2 സ്ക്വയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 4. ഇത്രയും കിട്ടി. ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഓരോ ബ്രാക്കറ്റായിട്ട് ഓപ്പൺ ചെയ്ത് ചെയ്യാം. ഇവിടെ ചെയ്യുകയാണെങ്കിൽ 20 ഡിവൈഡഡ് ബൈ 5/3 എന്നാണ്. അപ്പോൾ ഡിവിഷനും ഓഫും വന്ന ആർക്കാ പ്രയോറിറ്റി കൂടുതൽ? ഓഫിനാണ് പ്രയോറിറ്റി കൂടുതൽ. അപ്പോൾ 20/5 ചെയ്തിട്ട്, അതായത് 4 കിട്ടിയിട്ട് അതേ ഇൻറ്റു 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ തെറ്റായിരിക്കും. ആദ്യം എന്ത് ചെയ്യണം? 5/3. 5 ഓഫ് മീൻസ് 5 ഇൻറ്റു 3 ആദ്യം ചെയ്യുക, അതായത് 15 ചെയ്യുക. എന്നിട്ട് അത് വെച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? 20നെ ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ 20 ഡിവൈഡ് ബൈ 15 പകരം 5 ഇൻറ്റു 3 തന്നെ എഴുതാണ് ഇൻറ്റു 6. ഈ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. പ്ലസ് അടുത്തത് എങ്ങനെയാണ്? ഇതേപോലെ തന്നെ 8 ഡിവൈഡഡ് ബൈ 24 ഇൻറ്റു 3. 24 ഇൻറ്റു 3 ആദ്യം ചെയ്യുക. ഇൻറ്റു 4 മൈനസ് 10/5. 10/5ന് 2 ആണ്. അപ്പോൾ ഇത് 2 തന്നെ എഴുതാണ്. ചെയ്യുമ്പോൾ 3 വന്നു. അപ്പോൾ 4/9 മൈനസ് 2 പ്ലസ് ഇവിടെ എത്ര വരും? 4 2 8. അപ്പോൾ 8 പ്ലസ് 4/9 മൈനസ് 2. ഇനി തുടക്കം നമ്മളൊരു 27 എഴുതിയിട്ടില്ല, അതും കൂടി എഴുതി. ലാസ്റ്റ് എന്തും കൂടി ഉണ്ടായിരുന്നു? -4ഉം കൂടി ഉണ്ട്. അപ്പോൾ -2 -4 എന്ന് പറയുന്നത് -6 ആണ്. -6 8ൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ +2 വരിക. 27 + 2 എന്ന് പറയുന്നത് 29 പ്ലസ് 4/9. ഇതാണ് അപ്പോൾ നമുക്ക് കിട്ടുന്നത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 29 ഇൻറ്റു 9 എന്ന് പറയുമ്പോൾ 81. 261 പ്ലസ് 4/9 265/9 ആണ്. ഇതിൽ എത്ര തവണയുണ്ട് 9? 2 തവണ. 18 8 5 9 81 ശിഷ്ടം 4, റിമൈൻഡർ 4. അപ്പോൾ ആൻസർ എത്ര വന്നു? 29 4/9. 29 4/9 എന്ന് പറയുന്നത് ഓപ്ഷൻ നമ്പർ 4 ആണ്. ക്ലിയർ ആയല്ലോ? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോ ബ്രാക്കറ്റായിട്ട് ഓപ്പൺ ചെയ്ത് ആ ബോർഡ് മാസ് റൂൾ വെച്ചിട്ട് ചെയ്തു പോവുക. അടുത്തത്
കുറച്ച് ലോങ് ക്വസ്റ്റ്യൻ ആണ്. A faulty weighing machine reads 1 kg when 900 gram is actually weighted on it. The shopkeeper marked the price of his goods by 10%, but unfortunately he was caught by the metrology department and then ordered him to repair his weighing machine and gave punishment to sell the goods at 10% discount on the cost price for a month. If each customer is now paying rupees 20 for 1 kg, then before the raid, dash amount they have paid for the same quantity. എന്താണ്, ഒരു കച്ചവടക്കാരൻ 1 kg പകരം 900 gram കൊടുക്കുന്നുള്ളൂ. അതും കൂടാണ്ട് കോസ്റ്റ് പ്രൈസിനേക്കാളും 10% കൂട്ടി വെച്ചിട്ടാണ് സെല് ചെയ്യുന്നത്. സെല്ലിംഗ് പ്രൈസ് കോസ്റ്റ് പ്രൈസിനേക്കാളും 10% കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എന്ത് വെച്ചുന്നത്, മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റുകാർ വന്നിട്ട് ഈ ഒരു സംഭവം പിടിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു ഈ വെയിങ് മെഷീൻ കറക്റ്റ് ചെയ്യാം, കൂടാണ്ട് ഇത്രയും നാളിങ്ങനെ ആളുകളെ പറ്റിച്ചുകൊണ്ട് പകരമായിട്ട് എന്ത് ചെയ്യണം, 10% കോസ്റ്റ് പ്രൈസിൽ നിന്ന് 10% ഡിസ്കൗണ്ട് കൊടുത്തിട്ട് വേണം സെല് ചെയ്യാനെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഓരോരുത്തരും 1 kgക്ക് 20 രൂപയാണ് പേ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന് മുന്നേ ഇപ്പോൾ ഈ തുടക്കം പറഞ്ഞ കണ്ടീഷനാണെങ്കിൽ എത്ര രൂപയായിരുന്നു പേ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് ചെയ്തു തുടങ്ങാം. 10% ഡിസ്കൗണ്ട് എന്തിൽ നിന്ന്, കോസ്റ്റ് പ്രൈസിൽ നിന്ന്. അപ്പോൾ 10% എന്ന് പറയുന്നത് 1/10 ആണ് ഫ്രാക്ഷൻ ആക്കുമ്പോൾ. അപ്പോൾ കോസ്റ്റ് പ്രൈസിൽ നിന്ന് സെല്ലിംഗ് പ്രൈസിലേക്കാണ് ഡിസ്കൗണ്ട്. സാധാരണ നമ്മൾ മാർക്ക് പ്രൈസ് ടു സെല്ലിംഗ് പ്രൈസാണ് ഡിസ്കൗണ്ട് പറയാറ്. ഇവിടെ എങ്ങനെയാണ്, അയാൾക്കൊരു പണിഷ്മെൻറ്റ് എന്നുള്ള രീതിക്ക് കിട്ടിയോണ്ട് കോസ്റ്റ് പ്രൈസിനേക്കാളും 10% കുറച്ചിട്ട് വേണം സെല്ലിംഗ് പ്രൈസ് കൊടുക്കാൻ. അപ്പോൾ കോസ്റ്റ് പ്രൈസിൻ്റെ സെല്ലിംഗ് പ്രൈസിൻ്റെ റേഷ്യോ എത്ര വരും, താഴെ വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആക്ച്വൽ ഡിസ്കൗണ്ട് പെർസെൻറ്റേജിൻ്റെ ഇക്വേഷൻ മാർക്ക് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് ഡിവൈഡ് ബൈ മാർക്ക് പ്രൈസ് എന്നാണ്. ഇവിടെ കോസ്റ്റ് പ്രൈസിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. ഡിസ്കൗണ്ട് പെർസെൻറ്റേജിൻ്റെ ഇക്വേഷൻ കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് എന്നാണ് വരിക. അപ്പോൾ ഇതിനെയാണ് നമ്മളിപ്പോൾ 1/10 എന്ന് എഴുതിയേക്കുന്നത്. ഇപ്പോൾ കോസ്റ്റ് പ്രൈസിന് പകരം എന്ത് എഴുതിയാൽ മതി, റേഷ്യോ എഴുതുമ്പോൾ ആ ഡിനോമിനേറ്റർ ആയിട്ട് വന്നിട്ടുള്ള 10 എഴുതിയാൽ മതി. അപ്പോൾ 10 - SP അതാണ് 1. അങ്ങനെയാണെങ്കിൽ SP-ൻ്റെ വാല്യൂ എത്ര വരും, SP 9 വരും. അപ്പോൾ 10:9 ആണ് സെല്ലിംഗ് പ്രൈസിൻ്റെയും കോസ്റ്റ് പ്രൈസ് 10:9 ആണ് കോസ്റ്റ് പ്രൈസിൻ്റെയും സെല്ലിംഗ് പ്രൈസിൻ്റെയും റേഷ്യോ. ഇനി ഇപ്പോഴത്തെ സെല്ലിംഗ് പ്രൈസ് വന്നിട്ടുണ്ടല്ലോ, ഇത് 20 രൂപ കൊടുത്തിട്ടാണ് ഓരോരുത്തരും മേടിക്കുന്നത്. അപ്പോൾ അയാളുടെ സെല്ലിംഗ് പ്രൈസ് ആണ് എത്ര, 20 രൂപ. 9 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് 20. അങ്ങനെയാണെങ്കിൽ 1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ, അതായത് 1 യൂണിറ്റ് എന്ന് പറയുന്നത് 20/9. കോസ്റ്റ് പ്രൈസ് എത്ര വരും, കോസ്റ്റ് പ്രൈസ് 10 യൂണിറ്റ് ആണ്. 1 യൂണിറ്റ് ആണ് ഇത്രയെങ്കിൽ 10 യൂണിറ്റ് ഈക്വൽ ടു 20/9 ഇൻറ്റു 10. ഈ 10 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 200/9 എന്ന് കിട്ടി. ഇതെന്താണ്, ഇതാണ് കോസ്റ്റ് പ്രൈസ്. ആ പറയുന്ന സാധനത്തിന് ഇദ്ദേഹത്തിന് ചിലവാകുന്നത് 200/9 രൂപയാണ്. ഇനി അടുത്ത കേസിൽ നമ്മൾ ഇതേപോലെ തന്നെ കോസ്റ്റ് പ്രൈസിൻ്റെ സെല്ലിംഗ് പ്രൈസിൻ്റെ റേഷ്യോ എടുക്കാൻ പോവാണ്. അപ്പോൾ 1 kg എന്ന് പറഞ്ഞിട്ട് 900 ഗ്രാം കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ ആ ഒരു 400 ഗ്രാം ആൻസർ എന്ന ക്വസ്റ്റ്യൻ ഇല്ലേ, അതേപോലെ അയാൾ 1000 ഗ്രാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ 1 kg ഉണ്ടെന്ന് പറഞ്ഞ് വിൽക്കുന്നുണ്ട്. എത്ര ഗ്രാമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൈസ കിട്ടും? രണ്ടാമത്തെ കേസിൽ കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും തമ്മിലുള്ള റേഷ്യോ 1000 എന്ന് പറഞ്ഞിട്ട് വിൽക്കുന്നത്. അപ്പോൾ 1000-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൈസ കിട്ടും. പക്ഷെ എത്ര ചിലവാകുന്നുള്ളൂ, 900 ഗ്രാം ചിലവാകുന്നുള്ളൂ. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൈസ മാത്രമാണ് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പോകുന്നുള്ളൂ. അതേപോലെ തന്നെ 10% കൂട്ടിയിട്ടാണ് സെല്ലിംഗ് പ്രൈസ് വച്ചേക്കുന്നത്. 10% കൂട്ടി എന്ന് പറയുമ്പോൾ 10% 1/10 ആണ്. 10% കൂട്ടി, അപ്പോൾ നമ്മൾ ഫ്രാക്ഷൻ എഴുതി കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ വരുന്ന വാല്യൂ ആണ് ഇനീഷ്യലി ഉള്ള വാല്യൂ. കോസ്റ്റ് പ്രൈസ് 10, ഇത് ചെയ്യുന്ന 10% കൂട്ടി എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക, ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും ആഡ് ചെയ്യുക, 11 ആയി. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് 2 കേസിലെ കോസ്റ്റ് പ്രൈസിൻ്റെയും സെല്ലിംഗ് പ്രൈസിൻ്റെയും റേഷ്യോ കിട്ടി. ഇനി LHSലും RHSലും, അതായത് ഈ സൈഡിലും വരുന്ന കോമൺ കട്ട് ചെയ്ത് കളയാൻ പറ്റുന്ന വാല്യൂസ് ഉണ്ടെങ്കിൽ കട്ട് ചെയ്യുക. ഇപ്പോൾ ഈ 0 കട്ടായി, 10 പോയി. അപ്പോൾ 9:9 ആണ് ആദ്യത്തെ കേസിൽ ഇദ്ദേഹത്തിൻ്റെ കോസ്റ്റ് പ്രൈസിൻ്റെയും സെല്ലിംഗ് പ്രൈസിൻ്റെയും റേഷ്യോ. കോസ്റ്റ് പ്രൈസ് എത്രയാണെന്ന് നമ്മളിപ്പോൾ കണ്ടു വെച്ചേക്കുന്നത് 200/9. അതിന് മാറ്റമുണ്ടോ? ഇല്ല, കാരണം ഒരേ സാധനമാണ് 2 കണ്ടീഷനിലും വിൽക്കുന്നത്. അപ്പോൾ ഇപ്പോഴും കോസ്റ്റ് പ്രൈസ് എത്ര തന്നെയാണ്, 200/9 രൂപയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കോസ്റ്റ് പ്രൈസിൻ്റെ യൂണിറ്റ് എത്ര കിട്ടിയത്, 9 എന്നാണ് കിട്ടിയത്. അപ്പോൾ 9 യൂണിറ്റാണ് ഈ പറയുന്ന 200/9. അപ്പോൾ 1 യൂണിറ്റ് എത്രയായി, 200/9 × 9. ചോദിച്ചേക്കുന്നത് പ്രീവിയസ് സെല്ലിംഗ് പ്രൈസ് എത്രയെന്നായിരുന്നു. എത്രയാണ്, 11 യൂണിറ്റ്.
സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ടു 200 ഇൻറ്റു 11 ഡിവൈഡഡ് ബൈ 9 ഇൻറ്റു 9. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടും? 27.160 എന്ന് പറഞ്ഞിട്ടൊരു ആൻസറാണ് കിട്ടുക. സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 27 രൂപ 16 പൈസ. അതായിരുന്നു മുന്നേ ഉണ്ടായിരുന്ന സെല്ലിംഗ് പ്രൈസ്. ക്ലിയർ ആയല്ലോ? അടുത്തത് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഓഫ് എ ആൻഡ് ബി ഈസ് 42. ഫൈൻഡ് ദ LCM ഓഫ് 5A ആൻഡ് 11B. എ എന്നും ബി എന്നും പറയുന്ന രണ്ട് സംഖ്യകളുടെ LCM 42 ആണ്. അങ്ങനെയാണെങ്കിൽ 5Aയുടെയും 11Bയുടെയും LCM ആണ് കണ്ടത്. അപ്പോൾ LCM ഓഫ് 5A 11B കാണാൻ വേണ്ടിയിട്ട് LCM ഓഫ് LCM ഓഫ് 5ൻ്റെയും 11ൻ്റെയും കാണാം, അതേപോലെ എൻ്റെയും ബിൻ്റെയും കാണാം. ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. ഇത് ചെയ്താൽ മതി. അപ്പോൾ 5ൻ്റെയും 11ൻ്റെയും LCM എന്താണ്? ഇത് രണ്ടുപേരും പ്രൈം നമ്പേഴ്സ് ആയതുകൊണ്ട് LCM എന്ന് പറയുന്നത് 5 × 11 55 ആയിരിക്കും. ഇൻറ്റു എയുടെയും ബിയുടെ LCM എത്രയാണ്? നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 42 ആണ്. 42 ഇൻറ്റു 5 എന്ന് പറയുന്നത് 210. 210 ഇൻറ്റു 11 231.0, അതായത് 2310. ഓപ്ഷൻ നമ്പർ 4. അടുത്ത ക്വസ്റ്റ്യൻ. Marks scored by a student in different subjects are given. 5 marks are to be deducted from each subject due to shortage of attendance. The net average of the mean, median and mode of the mark obtained is. ഒരു കുട്ടിയുടെ 5 വിഷയങ്ങളിലുള്ള മാർക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ആ കൊച്ചിന് അറ്റൻഡൻസ് കുറവായതുകൊണ്ട് ഓരോ സബ്ജക്റ്റിൽ നിന്നും 5 മാർക്ക് വീതം കുറച്ചു. അങ്ങനെയാണെങ്കിൽ പുതിയ മീനിൻ്റെയും മീഡിയൻ്റെയും മോഡിൻ്റെയും മീൻ കാണാം. ഇതിൻ്റെ 3 കൂടി നെറ്റ് മീനാണ് കണ്ടത്, അല്ലെങ്കിൽ ആവറേജ് ആണ് കണ്ടത്. അപ്പോൾ ഓരോ മാർക്ക് എത്രയൊക്കെ വരും? 55 നിന്ന് 5 കുറച്ചപ്പോൾ 50 ആയി. 85 വന്നു. 70, 75, 85. അപ്പോൾ 85, 85, 170. ഇതാടെ നമുക്ക് എത്ര കിട്ടും? 365 എന്നാണ് ടോട്ടൽ കിട്ടുക. ടോട്ടൽ 365 ആണെങ്കിൽ ആവറേജ് എത്ര വരും? ആവറേജ് അല്ലെങ്കിൽ മീൻ എന്ന് പറയുന്നത് ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ, അല്ലെങ്കിൽ ഇവിടെ വരുന്നത് എത്ര സബ്ജക്റ്റ് ഉണ്ടെന്നാണ്. 5 സബ്ജക്റ്റാണ് വരിക. അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ 73 എന്നാണ് ആവറേജ് കിട്ടുക. അപ്പോൾ ആവറേജായി. അടുത്തത് ആരെ കണ്ടുപിടിക്കണം? മീഡിയനെ കണ്ടുപിടിക്കണം. മീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിനെ അസെൻഡിങ് ഓർഡറിൽ എഴുതി കഴിയുമ്പോൾ നടുക്ക് വരുന്ന വാല്യൂവിനെയാണ് മീഡിയൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാണെങ്കിൽ ആദ്യം 50 വരും, പിന്നെ ആര് വരും? 70, 75, 85, 85. അപ്പോൾ നടുക്ക് വന്നേക്കുന്നത് ആരാ? 75 ആണ്. അപ്പോൾ മീഡിയനുമായി മീഡിയൻ 75. ഇനി മോഡ് എന്താണ്? മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് ഡേറ്റയിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന നമ്പറിനെയാണ് നമ്മൾ മോഡ് എന്ന് പറയുക. ഇവിടെ മോഡായിട്ട് വരുന്നത് ഏതാ? 85 മാത്രം 2 തവണ വന്നിട്ടുണ്ട്. അപ്പോൾ മോഡുമായി 85. അപ്പോൾ 13, 14, 15, 20, 233 ഇതിൻ്റെ സം വരിക. ഇനി ഡിവൈഡ് ബൈ 3 ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? ചോദിച്ചിരിക്കുന്ന മീനായി. അപ്പോൾ 233 ഡിവൈഡ് ബൈ 3 7, 21, 23, 7. ഓക്കെ, ഇനി എന്തായാലും 8 ഇങ്ങനെ 6 പോകുള്ളൂ. അപ്പോൾ 77.67. ഓപ്ഷൻ നമ്പർ 3. മനസ്സിലായല്ലോ? മീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് ഡേറ്റിൽ നടുക്ക് വരുന്ന ആളെയാണ് മീഡിയൻ എന്ന് പറയുന്നത്. മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന വാല്യൂ, അതാണ് മോഡ്. അടുത്തത്, ദ ഫോളോയിങ് ടേബിൾ ഷോസ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഓഫ് 7 കോളേജസ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്. Read the table and answer the question given. Percentage of the number of students in activity 2 to that of activity 4. ഇപ്പോൾ ഒരു സ്കൂളിൽ കുറച്ച് സ്റ്റുഡൻസിൻ്റെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൻ്റെ പങ്കെടുത്തേക്കുന്ന കുട്ടികളുടെ നമ്പറാണ് തന്നേക്കുന്നത്. നമ്മളോട് ചോദിച്ചേക്കുന്നത് ഈ ആക്ടിവിറ്റി 2 പങ്കെടുത്തേക്കുന്ന ടോട്ടൽ കുട്ടികളുടെ എണ്ണം ആക്ടിവിറ്റി 4 പങ്കെടുത്തേക്കുന്ന കുട്ടികളുടെ എണ്ണത്തിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഇത് രണ്ടും ആഡ് ചെയ്യുക. എന്നിട്ട് ആഡ് ചെയ്തിട്ട് 2, അതായത് ടോട്ടൽ 2 കിട്ടുന്നത് ഡിവൈഡ് ബൈ 4 കിട്ടുന്നത് ഇൻറ്റു 100. ഇത്രയും ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ടോട്ടൽ ആഡ് ചെയ്ത് നോക്കാം. ഇവിടെ എത്ര വരും? 300, 400, 500, 550 എന്ന് വരും. ഇവിടെയാണെങ്കിൽ
1550 എന്നാണ് വരിക ടോട്ടൽ. അപ്പോൾ രണ്ടിൻ്റെ ടോട്ടലായി. ഇനി എന്ത് ചെയ്താൽ മതി? 550 ഡിവൈഡഡ് ബൈ 1550 ഇൻറ്റു 100. 0യും 0യും പോയി. 5 വെച്ച് കഴിയുമ്പോൾ 11, 31. അപ്പോൾ 1100 ബൈ 31. 1100 ബൈ 31 എന്ന് പറയുമ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടുക? ഓപ്ഷൻ നമ്പർ 4 35.48% എന്നാണ് ഇത് ആൻസർ കിട്ടുക. അടുത്തത്, വാട്ട് ഈസ് ദ ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് മോഡൽ എ മൊബൈൽ ഇൻ 2020 ആൻഡ് മോഡൽ ഇ മൊബൈൽ ഇൻ 2019? ഇപ്പോൾ തന്നിരിക്കുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് 2019-ലെയും 2020-ലെയും കുറച്ച് മൊബൈൽസിൻ്റെ പ്രൊഡക്ഷൻ്റെ ഗ്രാഫാണ്. ഇതിൽ 2019-ലെ ടോട്ടൽ പ്രൊഡക്ഷൻ 40 lakh ആണ്. ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതേപോലെ 2020-ലത് 65 lakh. 40 ലക്ഷം 65 ലക്ഷമാണ് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന കാര്യമാണ്. കാണേണ്ടത് 2020-ൽ ഏടത്. 2020-ൽ ടോട്ടൽ എത്രയാണ്? ടോട്ടൽ 65 ലക്ഷമാണ്. അപ്പോൾ നമ്മൾ കൂടെയുള്ള സീറോസ് ഇപ്പോൾ എഴുതുന്നില്ല. 65 ലക്ഷത്തിൽ ഏൻ്റെത് എത്ര പെർസെൻറ്റേജ് വരുന്നുണ്ട്? എയുടേത് ഇവിടെ വരുന്നത് 40% ആണ് എയുടെ വരിക. അതേപോലെ ഈയുടെ 2019-ലാണ് വെച്ചേക്കുന്നത്. ഈ ഇത്രയും ഏരിയയാണ് ഈ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് 75-ഉം ഇത് 90-ഉം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള 15% ആണ് ഈയുടെ 2019-ലെ പ്രൊഡക്ഷൻ വരുന്നത്. അപ്പോൾ ഈയുടെ എത്ര പറഞ്ഞത്? 40%. 40/100. 0യും 0യും കട്ട് ചെയ്തു. 5 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 13, 2, 2. അപ്പോൾ ഇവിടെ 26 ലക്ഷമാണ് എയുടെ 2020-ലെ പ്രൊഡക്ഷൻ. അതേപോലെ ഈയുടെ വരുന്നത് ടോട്ടൽ 40 ലക്ഷമാണ്. അതിൽ ഈയുടേത് 15% ആണ്. 0യും 0യും കട്ട് ചെയ്തു. 2 വെച്ചിട്ട് കഴിയുമ്പോൾ 2ഉം 5ഉം. 3 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 6 lakh. ടോട്ടൽ എത്ര ലാക്ക് വന്നു? 26 + 6 32 ലക്ഷം. 32 ലക്ഷം എന്ന് പറയുമ്പോൾ ഏത് ഓപ്ഷൻ വരിക? 32ഉം 5 0. ഓപ്ഷൻ 4 ആണ് ക്വസ്റ്റിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റിലേക്ക് A field in the shape of a rectangle of length 90 meter and breadth 75 meter. In one corner of the field, a pit which is 18 meter long, 15 meter broad and 6 meter deep has been dug out. The earth taken out of it is evenly spread over the remaining part of the field. Find the rise in the level of the field. അപ്പോൾ ഒരു റെക്റ്റാങ്കുലർ ഫീൽഡ് ഉണ്ട്. 90 മീറ്ററും 75 മീറ്ററുമാണ് ലെങ്ത്തും ബ്രെഡ്ത്തും. ഇതിൻ്റെ ഒരു കോർണറിൽ 18 മീറ്റർ നീളവും 15 മീറ്റർ വീതിയും 6 മീറ്റർ ഡെപ്തും വരുന്ന വേറൊരു റെക്റ്റാങ്കുലർ ഏരിയ ഇങ്ങനെ കുഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇതേപോലെയാണ് വരുന്നത് ഒരു റെക്റ്റാങ്കുലർ ഏരിയ. അതിൻ്റെ ഒരു സൈഡിൽ ഏതെങ്കിലും ഒരു സൈഡിലായിട്ട് ചെറിയൊരു റെക്റ്റാങ്കുലർ പോർഷൻ. എന്നിട്ട് ഈ ഒരു ചെറിയ റെക്റ്റാങ്കിൾ കുഴിച്ചപ്പോൾ കിട്ടിയിരിക്കുന്ന മണ്ണ് ഇവർ ഈവൻലി ബാക്കിയുള്ള ഏരിയയിൽ കൊടുത്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് എത്ര ഹൈറ്റിലേക്കാണ് ഉണ്ടാവുക? ഇത് കാണാൻ വേണ്ടി എന്ത് ചെയ്യണം? ആദ്യം ഫുൾ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ആണ്. എത്ര വരും? ഏരിയ ഇസ് ഈക്വൽ ടു 90 × 75. 6750 എന്നാണ് വരിക അല്ലേ? 45. ഓക്കെ, 6750. ഇനി നമ്മൾ ഇത്രയും പോർഷനിൽ നിന്നുള്ള കിട്ടിയ മണ്ണെടുത്തിട്ടാണ് ബാക്കി എല്ലായിടത്തേക്കും ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ എന്തില്ല? ആ പറയുന്ന മണ്ണ് വരുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ ഏരിയയിൽ നിന്ന് ആ ചെറിയ റെക്റ്റാങ്കുലർ പോർഷൻ്റെ ഏരിയ മൈനസ് ചെയ്യണം. ബാക്കിയുള്ള ഏരിയയിലേക്കാണ് മണ്ണിടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ചെറിയ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എത്ര വരും? 18 × 15. 18 × 15 എന്ന് പറയുമ്പോൾ 270 ആണ്. അപ്പോൾ 6480 ആണ് ബാക്കി വരുന്ന ഏരിയ. 6880 മീറ്റർ സ്ക്വയർ. ഇതിലേക്കാണ് ആ കിട്ടുന്ന മണ്ണിടുന്നത്. അപ്പോൾ മണ്ണ് എത്ര ഉണ്ടാകും? മണ്ണെന്ന് പറയുന്നത് ഈ റെക്റ്റാങ്കുലർ പോർഷൻ്റെ വോളിയത്തിന് ഈക്വൽ ആയിട്ടുള്ള മണ്ണായിരിക്കും നമുക്ക് അവിടെ നിന്ന് കിട്ടുക. അപ്പോൾ എങ്ങനെ വോളിയം കാണുക? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഇത് 6480 മീറ്റർ സ്ക്വയർ സ്ഥലത്ത് h ഹൈറ്റിലിട്ടേക്കാണ്. എന്ത് ചെയ്താൽ മതി? ഇതിന് ക്യാൻസൽ ചെയ്താൽ മതി. 15 വെച്ചിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ 4, 3, 2. 6 വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ 72. 18 വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ 4 ആയി. അപ്പോൾ h ഇസ് ഈക്വൽ ടു 1/4 മീറ്റർ ആണ്. ഇതിനെ സെൻറ്റിമീറ്ററിലേക്ക് ആക്കണം, കാരണം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത് സെൻറ്റിമീറ്ററിലാണ്. ഇൻറ്റു 100. അപ്പോൾ എത്ര വന്നു? 25
മീറ്റർ. ഓപ്ഷൻ നമ്പർ 1. ക്ലിയർ അല്ലേ? അടുത്തത് വീണ്ടും എന്താണ്, സിംപ്ലിഫിക്കേഷനിലെ ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇവിടെ നേരത്തെ പറഞ്ഞതിനേക്കാളും ഒരു സംഭവം എക്സ്ട്രാ ഉണ്ട്. എന്താണ്, ബാർ വരുന്നുണ്ട്. അപ്പോൾ ഇത് ചെയ്യേണ്ടത് നമ്മൾ വി ബോർഡ് മാസ് എന്നാണ് കംപ്ലീറ്റ് രൂപം. അല്ലെങ്കിൽ വി വിങ്കുലം, അതായത് ഈ ബാറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് വി. അപ്പോൾ എവിടെയെങ്കിലും ബാർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അത് ചെയ്യുക, അതിന് ശേഷമാണ് ബ്രാക്കറ്റിലേക്കും ഓഫിലേക്കെല്ലാം കടക്കാൻ പാടുള്ളൂ. നമ്മൾ ചെയ്ത് തുടങ്ങുമ്പോൾ 24 ഡിവൈഡഡ് ബൈ 3/8 ഓഫ് ദിസ് വാല്യൂ. അപ്പോൾ ആദ്യം നമ്മൾ ഈ ബ്രാക്കറ്റിൻ്റെ അകത്ത് കിടക്കുന്നത് കാണണം. അതിനെ 3/8 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അത് വെച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, 24 മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, അല്ലാണ്ട് ഡിവൈഡ് ചെയ്യേണ്ടത്. അല്ലാണ്ട് 24/3/8 ആദ്യം കണ്ടിട്ട് പിന്നെ ബാക്കിയുള്ളതിൻ്റെ പ്രൊഡക്റ്റ് കാണാൻ വെക്കരുത്. നമുക്ക് ഈ ഒരു പോർഷൻ, ഈ ബ്രാക്കറ്റ് ആദ്യം ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ 8 + 2 × 2 × 7 14 ചെയ്തിട്ട് 3 മൈനസ് ചെയ്താൽ മതിയോ? പോരാ, നമുക്കിവിടെ ഒരു ബാർ വരുന്നുണ്ട്. ആദ്യം 7 - 3 ചെയ്യണം. 7 - 3 4 ആണ്. അപ്പോൾ എത്ര വന്നു? 8 + 2 × 4 8. അപ്പോൾ 8 + 8 16 വന്നു. പുറത്ത് 3/8 ഓഫ് 16 ആണ് കാണേണ്ടിയിരുന്നത്. 2 × 8ഉം 16ഉം കട്ട് ചെയ്തു. അപ്പോൾ 6 എന്ന് വന്നു. ഈ കിട്ടിയ വാല്യൂവിനെ ആരെ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം? 24 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 24/6 4 എന്നായി. അപ്പോൾ ഇത്രയും പോർഷൻ 4 കിട്ടി. ഓക്കെ അല്ലേ? അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ കിടക്കുന്നത് സോൾവ് ചെയ്യാം. അപ്പോൾ 2/11 ഡിവൈഡഡ് ബൈ 4/55 ആണ്. അപ്പോൾ അത് എന്ത് ചെയ്യുക? റെസിപ്രോക്കൽ വരും. 55/4 എന്ന് വരും. അപ്പോൾ നേരിട്ട് നമ്മളത് തിരിച്ചിട്ട് എഴുതാണ്. 55/4 മൈനസ് ഇതെവിടെയാണ്? 5/8 + 6/16. അപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആക്കി കഴിഞ്ഞാൽ ന്യൂമറേറ്റർ ചുമ്മാ ആഡ് ചെയ്താൽ പോരെ. അപ്പോൾ 8നെ 16 ആക്കാൻ വേണ്ടിയിട്ട് ഡയറക്റ്റായിട്ട് 2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഡിനോമിനേറ്ററിൽ 2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ന്യൂമറേറ്ററിലും 2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എത്ര വരും? 5 + 5 × 2 10/16 + 6/16. അപ്പോൾ 16/16 എന്നുള്ളത് 1 വരും. 1 ഇട്ടു. കട്ട് ചെയ്ത് 2 വന്നു, 5 വന്നു. 5/2 - 1 എത്രയാ? 3/2. അപ്പോൾ ഈ ഏരിയ നമുക്ക് 4 എന്ന് കിട്ടി. പ്ലസ് എന്ത് ആയി? 3/2. അപ്പോൾ 4 + 3/2 8 + 3 11/2 ആണ് ന്യൂമറേറ്റർ കിട്ടിയത്. നമ്മളിത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 4 + 3/2ന് എന്ത് കിട്ടി? 11/2 കിട്ടി, ന്യൂമറേറ്ററായി. ഇനി എന്ത് ചെയ്യണം? ഇനി ഡിനോമിനേറ്റർ ഇതേപോലെ തന്നെ കാണുക. അപ്പോൾ 32 ഡിവൈഡഡ് ബൈ ആദ്യം ആര് ചെയ്യുക? 15 - 7 ചെയ്യുക. കാരണം മുകളിൽ ബാർ സിമ്പിൾ ഉണ്ട്. 15 - 7 ചെയ്യുമ്പോൾ 8 കിട്ടും. പ്ലസ് 75 ഡിവൈഡഡ് ബൈ ആ ഫുൾ ബ്രാക്കറ്റ് കിടക്കുന്നത് എത്ര വരും? 6 + 15/3 + 4. ഇവിടെ 5, 6 4 10, 10 5 15. 15 എന്നായി. ഇത് കട്ട് ചെയ്തപ്പോൾ 4 വരും. ഇത് കട്ട് ചെയ്യുമ്പോൾ 5 വരും. അപ്പോൾ താഴെ എത്ര വന്നു? താഴെ 9 വന്നു. മുകളിൽ എന്തുണ്ടായി? 11/2/9. 11/18. ഇതാണ് ആൻസർ. ഓപ്ഷൻ നമ്പർ 1. അടുത്ത ക്വസ്റ്റ്യൻ ട്രിഗ്നോമെട്രിയിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. sec θ - 1/sec θ + 1 the whole raised to n is equal to cosec θ - cot θ. find the value of n. അപ്പോൾ ഇത് നമുക്ക് ചെയ്യാൻ എളുപ്പം എന്ന് പറയുന്നത് തീറ്റയ്ക്ക് ഏതെങ്കിലും ഒരു വാല്യൂ ഇട്ട് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ തീറ്റയ്ക്ക് 60 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ sec 60 എത്ര വരിക? sec 60 2 ആണ് വരിക. അപ്പോൾ 2 - 1 ഡിവൈഡഡ് ബൈ 2 + 1 raised to n ഈക്വൽ ടു cosec θ, അതായത് cosec 60. cosec 60 എത്രയാണ്? 2/√3 മൈനസ് cot θ. cot θ 1/√3 ആണ്. 1/√3 എഴുതി. അപ്പോൾ ഈ സൈഡ് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ 2 - 1 1, 2 + 1 3 ഈക്വൽ ടു ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ ന്യൂമറേറ്റർ നേരെ എന്ത് ചെയ്യാം? നേരെ നമുക്ക് സബ്ട്രാക്ട് ചെയ്ത് എഴുതാം. ഇവിടെ √2 ഇല്ല. 2 - 1 2 - 1 1/√2 എന്ന് വന്നു. ഇവിടെ റേസ് ടു n ഉണ്ട്. ഇനി ഈ ബേസിൻ്റെ വാല്യൂസ് സെയിം ആണെങ്കിൽ നമുക്ക് മുകളിൽ വരുന്ന പവേഴ്സിനെ ഇക്വേറ്റ് ചെയ്ത് എഴുതാം. 1/√3 നമുക്ക് എങ്ങനെ എഴുതാം? 1/3 റേസ് ടു 1/2. അതായത് ഈ 1/√3 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ
സ്ക്വയർ റൂട്ട് ഓഫ് 1/3 അല്ലേ. സ്ക്വയർ റൂട്ട് എന്ന് പറയുമ്പോൾ എന്താ, റേസ് ടു 1/2 ആണ്. അപ്പോൾ 1/3 ഈക്വൽ ടു 1/3 റേസ് ടു 1/2. ഇവിടെ ആരുണ്ട്, n ഉണ്ട്. അപ്പോൾ ബേസ് രണ്ടും ഈക്വലായി. ബേസ് രണ്ട് ഈക്വൽ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, n ഇസ് ഈക്വൽ ടു, അതായത് പവേഴ്സിന് ഇക്വേറ്റ് ചെയ്ത് എഴുതാം. n ഇസ് ഈക്വൽ ടു 1/2, അതായത് 0.5. ഓപ്ഷൻ നമ്പർ 4. ക്ലിയർ ആയല്ലോ. ഏതെങ്കിലും വാല്യൂ ഇട്ട് കൊടുത്താൽ മതി തീറ്റ. ഇതിപ്പോൾ സീക്ക് തീറ്റ 2 സീക്ക് തീറ്റ 2 ആയിട്ട് 2 - 1 എന്ന് വരുമ്പോൾ കുറച്ചും കൂടി കാൽക്കുലേഷൻ കുറയുമെന്ന് വിചാരിച്ചിട്ട് 60 കിട്ടുന്നുള്ളൂ. ഏത് വാല്യൂ ഇട്ട് കഴിഞ്ഞാലും നമുക്ക് ആൻസർ കിട്ടും. അടുത്തത്, the ratio between the height and radius of a base of a cylinder is 7:5. If its volume is 14,836.5 centimeter cube, then find its total surface area. Take pi is equal to 3.14. ഒരു സിലിണ്ടറിൻ്റെ ഹൈറ്റിൻ്റെയും റേഡിയസിൻ്റെയും റേഷ്യോ 7:5 ആണ്. വോളിയം തന്നിട്ടുണ്ട്, ടോട്ടൽ സർഫസ് ഏരിയ ആണ് കാണേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് നമ്മളൊരു സിലിണ്ടറിൻ്റെ വോളിയം കാണുന്ന ഇക്വേഷൻ πr²h ആണ്. ഒരു പൈ എന്ത് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്, 3.14 യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3.14 ഇൻറ്റു നമ്മളിതിന് 7x-ഉം 5x എടുക്കുകയാണെങ്കിൽ 7x ഇൻറ്റു 5x ഇൻറ്റു 5x ഈക്വൽ ടു 14,836.5 സെൻറ്റിമീറ്റർ ക്യൂബ്. അപ്പോൾ അത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എക്സ് ഇസ് ഈക്വൽ ടു 3 എന്നായിരിക്കും. ഇനി എന്ത് ചെയ്യണം, ടോട്ടൽ സർഫസ് ഏരിയ കാണണം. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ സിലിണ്ടറിൻ്റെ കേർഡ് സർഫസ് ഏരിയയും അതേപോലെ തന്നെ താഴെ മുകളിലും വരുന്ന 2 സർക്കിളിൻ്റെ ഏരിയയും. ടോട്ടൽ സർഫസ് ഏരിയ എത്ര വരും, 2πr ഇൻറ്റു r+h. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 3 കിട്ടിയ സ്ഥിതിക്ക് ഹൈറ്റിൻ്റെയും റേഡിയസിൻ്റെയും വാല്യൂസ് കാണാമല്ലോ. ഹൈറ്റ് ഇസ് ഈക്വൽ ടു 7 × 3 21. റേഡിയസ് ഇസ് ഈക്വൽ ടു 5 × 3 15. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 × 3.14 ഇൻറ്റു 6 15 ഇൻറ്റു 15 + 21 ചെയ്യുമ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടുക, 3391.2 സെൻറ്റിമീറ്റർ സ്ക്വയർ. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ് വൈ സെഡ് ഈ 3 കമ്പനികളിൽ 5 വർഷത്തെ കാർ പ്രൊഡക്ഷൻ്റെ ഗ്രാഫാണ് തന്നേക്കുന്നത്. അപ്പോൾ ഇതിൽ ആവറേജ് പ്രൊഡക്ഷൻ ഏത് കമ്പനിക്കാണ് കൂടുതലെന്ന് വെച്ചേക്കുന്നത്. അപ്പോൾ ആവറേജ് ഏത് കമ്പനിക്കാണ് കൂടുതലെന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മളിത് ഫുൾ ആഡ് ചെയ്ത് ഡിവൈഡ് ബൈ നമ്പർ ചെയ്യണമെന്നില്ല. വെറുതെ എന്ത് ചെയ്താൽ മതി, ഫുൾ ആഡ് ചെയ്തിട്ട് സം ഏതിനാണ് ഏറ്റവും കൂടുതൽ വരുന്നത് അതെടുത്താൽ മതി. അപ്പോൾ എക്സിൻ്റെ എടുക്കുകയാണെങ്കിൽ എത്രയൊക്കെയാണ്, 30 45 25 50 40. എത്ര വരും, 10 190 എന്ന് വരും. അടുത്തത് ആരാണ്, വൈ എടുക്കുക. വൈ എടുക്കുമ്പോൾ 25 35 35 40 50. 35 35 കൂടിയിട്ട് 70 70 + 50 120 160 70 120 160. പിന്നെ എത്ര ഉള്ളത്, 25 കൂടി ഉണ്ട്. അപ്പോൾ 185 എന്നായി. ഇസഡ് എടുക്കുകയാണെങ്കിൽ 35 + 40 + 45 + 35 + 35 70. അതെത്ര തന്നെ വരും, 190 എന്ന് വരും. അപ്പോൾ ആർക്കാ മാക്സിമം വരിക, 190. എക്സിനും 190 ആണ്, ഇസഡിനും 190 ആണ്. അപ്പോൾ കൂടുതലെന്ന് പറയുന്നത് ഇസഡിനും 190 ആണ്. കൂടുതൽ ആർക്കാണ്, എക്സിനും ഇസഡിനും. ഓപ്ഷൻ നമ്പർ 1. അടുത്തത്, a - 1/a - 5 10 ആണെങ്കിൽ a - 5³ - 1/a - 5³ കണ്ടാൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് തന്നേക്കുന്നതിൽ 2 സ്ഥലത്ത് 5 ഉണ്ട്. ഇവിടെയാണെങ്കിലോ ഒരു സ്ഥലത്ത് മാത്രമേ 5 ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിൽ നിന്ന് ഒരു 5 കുറയ്ക്കുക. a - 5 - 1/a - 5. അപ്പോൾ നമ്മൾ ഈ സൈഡിൽ നിന്ന് 5 കുറച്ച് കഴിഞ്ഞാൽ ആ സൈഡിൽ നിന്ന് 5 കുറയ്ക്കണം. 10 നിന്ന് 5 പോയി കഴിഞ്ഞാൽ 5. അപ്പോൾ ഇത് ഏത് ഫോമില, x + 1/x ഫോമിലല്ലേ. x + 1/x k ആണ്. നമുക്ക് x³ + x - 1/x k ആണ്. x³ - 1/x³ ആണ് കാണേണ്ടത്. അതേപോലെ തന്നെ അല്ലേ, എക്സിന് പകരം നമുക്ക് a - 5 ആയിരുന്നു. അപ്പോൾ x³ എന്തായി, a - 5 the whole raised to cube ആയി. അത്രയല്ലേ വ്യത്യാസമുള്ളൂ.
ഇതെങ്ങനെയാണ് കാണുക? കെ ക്യൂബ് പ്ലസ് 3k. കെ എത്രയാണ്? 5 ആണ്. കെ ക്യൂബ് എന്ന് പറയുമ്പോൾ 125 പ്ലസ് 15 140. ഓപ്ഷൻ നമ്പർ 2. ഈ ഒരു ഇക്വേഷൻ ഓർത്തിരിക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഇത് ആ ഒരു ഫോമിലേക്കാണ് നമുക്ക് എത്തിക്കേണ്ടതെന്ന്. അടുത്തത് x is equal to 2 sin theta by 1 plus cos theta plus sin theta. Then find the value of 1 minus cos theta plus sin theta by 1 plus sin theta. ഇതിലും നമുക്ക് ഏതെങ്കിലും ഒരു വാല്യൂ ഇട്ട് കൊടുത്ത് ചെയ്യാം. തീറ്റ ഇസ് ഈക്വൽ ടു 45 കൊടുത്ത് നോക്കുക. തീറ്റ 45 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എത്ര വരും? 2 ഇൻറ്റു സൈൻ 45. സൈൻ 45 1/√2 ആണ്, ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് തീറ്റയും സൈൻ തീറ്റയും എന്ത് തന്നെയാണ്? 1/√2 പ്ലസ് 1/√2, അതായത് 2 1/√2. അപ്പോൾ 2 1/√2. അപ്പോൾ 2/√2 നമ്മൾ താഴെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 2 + √2/√2 എന്ന് വരും. √2ഉം √2ഉം കട്ട് ചെയ്തു. 2 ഡിവൈഡ് ബൈ 2 + √2. ഇനി എന്ത് ചെയ്യുക? കോൺജുഗേറ്റ് എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. കോൺജുഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിനോമിനേറ്ററിൻ്റെ സൈൻ തിരിച്ചിട്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് ഇവിടെ 2 + √2 അല്ലേ, എന്ത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 2 - √2 വെച്ചിട്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 4 ഓക്കെ 2 ഇൻറ്റു 2 - √2 ഡിവൈഡഡ് ബൈ ഇത് a + b ഇൻറ്റു a - b, അതായത് എന്താ? a² - b². a + b ഇൻറ്റു a - b ഫോമിലാണ്. ഇതെന്ന് പറയുന്നത് a² - b² ആണ്. അപ്പോൾ എയും ബിയും ആരാണ്? 2ഉം √2 ആണ്. അപ്പോൾ 2ൻ്റെ സ്ക്വയർ 4 ആണ്, √2ൻ്റെ സ്ക്വയർ 2 തന്നെയാണ്. അപ്പോൾ 4 - 2 2 ആയി. അപ്പോൾ 2 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 - √2 എന്നാണ് എക്സിൻ്റെ വാല്യൂ കിട്ടുക. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 2 - √2, തീറ്റ കൊടുത്തത് 45 ഡിഗ്രി ആണ്. ഇതേപോലെ തന്നെ വൈയിലും ആൻസർ ചോദിച്ചേക്കുന്ന ആ ഒരു എക്സ്പ്രഷനിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കിട്ടുന്ന വാല്യൂസ് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ എക്സിൻ്റെ ടേംസിൽ എങ്ങനെ എഴുതാൻ പറ്റുമെന്ന് കിട്ടും. അപ്പോൾ 1 - 1/√2 പ്ലസ് 1/√2. അപ്പോൾ അതെന്തായി? ക്യാൻസൽ ആയിപ്പോയി. 1 മാത്രം എഴുതിയാൽ മതി, ഡിവൈഡഡ് ബൈ 1/√2. എഗെയിൻ താഴെ മാത്രം നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഈ √2 മുകളിലേക്ക് വന്നു അല്ലേ. ഇനി കോൺജുഗേറ്റ് എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. √2 - 1 ഡിവൈഡഡ് ബൈ √2 + 1 ഇൻറ്റു √2 - 1. ബ്രാക്കറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ 2 - √2 ഡിവൈഡഡ് ബൈ ഇവിടെയും a² - b². 2ൻ്റെ √2ൻ്റെ സ്ക്വയർ 2, 1ൻ്റെ സ്ക്വയർ 1 തന്നെ. 2 - 1 1. ഇവിടുത്തെ ഫൈനൽ ആൻസർ എത്രയാണ്? 2√2. നമുക്ക് എക്സിൻ്റെ വാല്യൂ എത്രയായിരുന്നു കിട്ടിയത്? അതും 2 - √2, ഇവിടെയും 2 - √2. അപ്പോൾ ഈ പറയുന്നതിൻ്റെ വാല്യൂ എത്ര തന്നെയാണ്? നമ്മൾക്ക് എക്സിൻ്റെ ടേമിൽ എഴുതി കഴിഞ്ഞാൽ എന്ത് തന്നെയാണ്? എക്സ് തന്നെയാണ്. അപ്പോൾ ഓപ്ഷൻ നമ്പർ 2 ആണ് ഇതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. If a is greater than b by 7, b is greater than c by 16 and a plus b plus c is to 55, then find the value of 3a plus c minus 4b. a ബിനേക്കാളും 7 കൂടുതലാണ്. അപ്പോൾ a - b എന്തായി? a - b 7 ആയി. അതേപോലെ ബി സിനേക്കാളും 16 കൂടുതലാണ്. അപ്പോൾ b - c 16 ആയി. a plus b plus c ആണ് തന്നിട്ടുള്ളത് 255. അപ്പോൾ എന്ത് ചെയ്യുക? ഇതിലെല്ലാത്തിനെയും ഏതെങ്കിലും ഒരു ആൽഫബറ്റിൻ്റെ ടേമിലേക്ക് ആക്കാം. അപ്പോൾ ഏതിലേക്ക് ആക്കാം? ബിയിലേക്ക് ആക്കാം. കാരണം രണ്ടെണ്ണത്തിലും കോമൺ ആയിട്ട് വന്നിരിക്കുന്നത് ബി ആണ്. അപ്പോൾ ഇവിടെ a is equal to 7 + b വരും. c equal to b - 16 വന്നു. അപ്പോൾ ഇക്വേഷനിലേക്ക് നമ്മൾ ഇത് ഓരോന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 7 + b + b + b - 16 = 255. 7 - 16 എത്രയാണ്? -9 ആണ്. -9 ഈക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ +9 ആകും. ഇവിടെ എത്രയായി? 264 എന്ന് വന്നു. എത്ര? 3b 264. അപ്പോൾ 1b എത്രയായി? 88. b കിട്ടിക്കഴിഞ്ഞാൽ എയുടെയും സിയുടെയും വാല്യൂ ആണല്ലോ. a എത്ര വരും? 88 + 7 95. ഇവിടെയാണെങ്കിൽ 88 - 16 72. ഇനി എന്ത് കാണാനാണ് പറഞ്ഞേക്കുന്നത്? 3 × a + c - 4b. 3 × a എത്ര വരിക? 95 × 3 285
പ്ലസ് 72 357 എന്ന് വരും. ഇനി 88 ഇൻറ്റു 4 4b 88 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 352. ഇതിൽ നിന്ന് 352 കുറച്ച് കഴിഞ്ഞാൽ എത്ര ആൻസർ വരിക? 5. ഓപ്ഷൻ നമ്പർ 3. ഓക്കെ ആണല്ലോ. അടുത്തത്, in a school the number of boys and girls are in the ratio 3:4 respectively. If the number of boys is increased by 10% and the number of girls is increased by 15%, then what will be the new ratio of number of boys to that of girls? ഒരു സ്കൂളിൽ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും നമ്പറിൻ്റെ റേഷ്യോ 3:4 ആണ്. ഇതിൽ നിന്നും നമ്പർ ഓഫ് ബോയ്സ് 10% അതേപോലെ നമ്പർ ഓഫ് ഗേൾസ് 15% ഇൻക്രീസ് ചെയ്തു. പുതിയ റേഷ്യോ എത്രയാണ്? ഓക്കെ, അപ്പോൾ ആദ്യം ഗേൾസ് 3 ആണ്. എത്ര കൂടി? 10% കൂടി. 10%നെ ഫ്രാക്ഷൻ ആക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് കിട്ടുക? 1/10 എന്നാണ് കിട്ടുക. അപ്പം അങ്ങനെയാണെങ്കിൽ 10% കൂടി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം? താഴത്തെ ഡിനോമിനേറ്റർ 10ന് യാതൊരു മാറ്റമില്ല, അത് അങ്ങനെ തന്നെ ഇടുക. 10% കൂടി എന്ന് പറയുമ്പോൾ ഡിനോമിനേറ്റർ പ്ലസ് ന്യൂമറേറ്റർ 10 + 1 11. ഇത് ഗേൾസിൻ്റെ കാര്യം. ബോയ്സിൻ്റെ ആണെങ്കിൽ 4 ഇൻറ്റു 15% അവിടെയും ഇൻക്രീസ് തന്നെയാണ്. 15%നെ ഫ്രാക്ഷൻ ആക്കുമ്പോൾ 3/20 എന്ന് വരും. അപ്പോൾ എന്ത് ചെയ്യണം? 20 അങ്ങനെ തന്നെ ഇടുക. കൂടിയെന്ന് പറഞ്ഞുകൊണ്ട് എത്ര ആഡ് ചെയ്യണം? ന്യൂമറേറ്റർ ഏതാണോ അത് ആഡ് ചെയ്യുക. 20 + 3 23. ഇത് കട്ട് ചെയ്യുമ്പോൾ 2 എന്ന് വന്നു. ഇവിടെ എത്രയായി? 33 is to 46 അല്ലെങ്കിൽ 33/46. ഓപ്ഷൻ നമ്പർ 1. അടുത്തത്, the following table shows percentage of marks obtained by 5 students in 5 subjects. What are the average എന്നല്ല, percentage, total percentage obtained by x. തന്നിരിക്കുന്നത് 5 കുട്ടികളുടെ മാർക്കിൻ്റെ പേഴ്സൻറ്റേജ് ആണ്, മാർക്കല്ല പേഴ്സൻറ്റേജ് ആണ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറഞ്ഞ കുട്ടിക്ക് ടോട്ടൽ നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ എത്ര പേഴ്സൻറ്റേജ് ആണ് കിട്ടിയേക്കുന്നത്? അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യത്തെ സബ്ജക്റ്റിൽ മാത്സിൽ 70% കിട്ടിയേക്കുന്നത്. ആ മാർക്ക് കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 70/100 ഇൻറ്റു 300. അപ്പോൾ ഈ 0യും ഈ 300 2 0യും ക്യാൻസൽ ആയി പോകും. 70 ഇൻറ്റു 3 ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പോൾ നമ്മളിനി അടുത്ത സബ്ജക്റ്റ് മുതൽ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് എഴുതുന്നില്ല. ആ 2 0 ക്യാൻസൽ ആയിട്ടുള്ളത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആദ്യത്തെ സബ്ജക്റ്റ് അതായത് മാത്സിൽ 3 2 0 പോയി. അപ്പോൾ 3 ഇൻറ്റു 70 210. രണ്ടാമത്തേതിൽ 300 തന്നെയാണ്. അപ്പോൾ 3 ഇൻറ്റു 90 270. മൂന്നാമത്തേതിൽ എത്രയാണ്? 200ലാണ്. അപ്പോൾ 2 ഇൻറ്റു 2 0 പോയി. 2 ഇൻറ്റു 95 190. അടുത്തത് 100ൽ 80% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80 മാർക്ക് തന്നെ. 100ൽ 75 മാർക്ക് എന്ന് 75% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 75 മാർക്ക് തന്നെ. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ 5 10 24 825 മാർക്കാണ് ടോട്ടൽ കിട്ടിയത്. എത്രയിൽ? എല്ലാ സബ്ജക്റ്റിൻ്റെയും കൂടി ടോട്ടൽ ആഡ് ചെയ്യുക. 300 300 600 600 200 800 900 1000 ഇൻറ്റു 100. 0യും 0യും കട്ട് ചെയ്തു. അപ്പോൾ എത്ര വന്നു? 82.5%. 82.5%. ഓക്കെ, ഓപ്ഷൻ നമ്പർ 4 ആണ് ക്വസ്റ്റിൻ്റെ ആൻസർ. ഓക്കെ ആണല്ലോ. അടുത്ത ദിവസത്തിലേക്ക് പോകാം. ഇഫ് x⁴ + 1/x⁴ is equal to 1154 where x greater than 0, then what is the value of x³ + 1/x³? ഏകദേശം സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതേ ഷിഫ്റ്റ്, അതായത് നമ്മൾ പാർട്ട് 1 വീഡിയോയിൽ ചെയ്തിട്ടുള്ളതാണ്. ഇതിൽ x⁴ + 1/x⁴ വാല്യൂ 1154 ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? x² + 1/x² കാണണം. അതിൽ നിന്ന് x + 1/x കാണണം. എന്തിന് x + 1/x കാണുന്നത്? അതറിയാമെങ്കിലാണ് നമുക്ക് x³ + 1/x³ വാല്യൂ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് x² + 1/x² കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? ഈ x⁴ + 1/x⁴ വാല്യൂവിനോട് 2 ആഡ് ചെയ്യുക. അപ്പോൾ 2 കിട്ടി. അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. അപ്പോൾ 1156ൻ്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? 34 ആണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ നമുക്ക് 34 കിട്ടി. എഗെയിൻ
എക്സ് പ്ലസ് 1/x കാണാൻ നേരത്തെ എന്ത് ചെയ്യണം? എക്സ് സ്ക്വയർ പ്ലസ് 1/x² സമയത്ത് കിട്ടിയ വാല്യൂ എത്രയാണോ അതിനോട് 2 ആഡ് ചെയ്യുക. അപ്പോൾ 34നോട് 2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 36 അതിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുമ്പോൾ എത്രയായി? 6 ആയി. അപ്പോൾ എക്സ് പ്ലസ് 1/xൻ്റെ വാല്യൂ 6 എന്ന് കിട്ടി. അപ്പോൾ എക്സ് പ്ലസ് 1/xൻ്റെ വാല്യൂ k ആണെങ്കിൽ x³ പ്ലസ് 1/x³ വാല്യൂ എത്ര വരും? k³ മൈനസ് 3k. അപ്പോൾ നമ്മുടെ k എന്ന് പറയുന്നത് 6 6ൻ്റെ ക്യൂബ് 216 മൈനസ് 3k എത്രയാ? 18. ഇത് കുറച്ച് നമുക്ക് എത്ര കിട്ടും? 198. ഓപ്ഷൻ നമ്പർ 2. മനസ്സിലായല്ലോ? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്തത്, ഇൻ ദ ഗിവൺ ഫിഗർ ദ ലെങ്ത് ഓഫ് ആർക്ക് എ ബി ഈസ് ഈക്വൽ ടു ട്വൈസ് ദ ലെങ്ത് ഓഫ് ദ റേഡിയസ് ആർ ഓഫ് ദ സർക്കിൾ. ഫൈൻഡ് ദ ഏരിയ ഓഫ് സെക്ടർ ഒ എ ബി ഇൻ ടേംസ് ഓഫ് ദ റേഡിയസ് ആർ. ഈ തന്നിരിക്കുന്ന സെക്ടറിൻ്റെ സെക്ടറല്ല, ആർക്കിൻ്റെ ലെങ്ത്ത്, അതായത് ഈ ലെങ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? റേഡിയസിൻ്റെ ഇരട്ടിയാണ്, 2r ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സെക്ടറിൻ്റെ ഏരിയ നമ്മൾ ആറിൻ്റെ ടേംസിൽ, റേഡിയസിൻ്റെ ടേംസിൽ കാണണം. അപ്പോൾ ലെങ്ത്ത് എങ്ങനെ കാണാം? ആർക്ക് ലെങ്ത്ത് എന്ന് പറയുന്നത് ആർക്ക് ലെങ്ത്ത് ഈസ് ഈക്വൽ ടു 2πr ഇൻറ്റു θ/360 ആണ്. അതേപോലെ ഏരിയ കാണാനായിട്ട് πr² θ/360 ആണ്. അപ്പോൾ ഈ 2πr ഇൻറ്റു θ/360യുടെ വാല്യൂ ആണ് എന്ത് പറഞ്ഞേക്കുന്നത്? റേഡിയസിൻ്റെ ഇരട്ടിയാണ്, അതായത് 2r ആണെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 2πr ഇൻറ്റു θ/360 ആണ് 2r. 2ഉം ഈ 2ഉം കട്ടായിപ്പോയി. πr ഇൻറ്റു θ/360 ആണ് 6. ഓക്കെ അല്ലേ? 2 മാത്രം കട്ട് ചെയ്തെന്നുള്ളൂ. πr ഇൻറ്റു θ/360 6 ആയി. നമുക്ക് കാണേണ്ടത് πr² ഇൻറ്റു θ/360. അപ്പോഴാണ് നമുക്ക് ഏരിയ ആവുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു 6 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഉള്ളിൽ എന്തൊക്കെയുണ്ട്? π ഇൻറ്റു r ഇൻറ്റു θ/360. π ഇൻറ്റു r ഇൻറ്റു θ/360യുടെ വാല്യൂ അല്ലേ ഈ 6 അല്ലേ? πr ഇൻറ്റു θ/360. അപ്പോൾ പുറത്തുള്ള 6 ഉണ്ട്, ഈ ബ്രാക്കറ്റിൻ്റെ അകത്ത് കിടക്കുന്ന ആ ഒരു ഫുൾ ടേമിൻ്റെ ആൻസർ എത്ര തന്നെയാണ്? വാല്യൂ എത്ര തന്നെയാണ്? 6 ആണ്. അപ്പോൾ ഏരിയ എത്രയായി? r². അപ്പോൾ 6ൻ്റെ ടേമിൽ നമുക്ക് ഏരിയ കിട്ടിയല്ലോ. അപ്പോൾ ഏതായിരിക്കും ഓപ്ഷൻ? ഓപ്ഷൻ നമ്പർ 2 r². അടുത്തത്, ദ വാല്യൂ ഓഫ് 2 cos² θ മൈനസ് 1 ഇൻറ്റു 1 പ്ലസ് tan θ ബൈ 1 മൈനസ് tan θ പ്ലസ് 1 മൈനസ് tan θ ബൈ 1 പ്ലസ് tan θ ഈസ്. ഇതിലും എന്ത് ചെയ്താൽ മതി? ഏതെങ്കിലും ഒരു വാല്യൂ ഇട്ട് കൊടുക്കുക. വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ ഡിനോമിനേറ്റർ 0 ആയി പോകുന്ന രീതിയിൽ വാല്യൂ ഇട്ട് കൊടുക്കരുത്. നമുക്ക് തീറ്റയ്ക്ക് 0 ഇട്ട് കൊടുക്കുക. 0 ഇടുമ്പോൾ cos 0 എത്രയാ? cos 0 1 ആണ്. അപ്പോൾ 2 ഇൻറ്റു 1 മൈനസ് 1 ഇൻറ്റു 1 പ്ലസ് tan 0 എത്രയാണ്? tan 0 0 ആണ്. അപ്പോൾ 1 പ്ലസ് 0 ബൈ 1 മൈനസ് 0 പ്ലസ് 1 മൈനസ് 0 ബൈ 1 പ്ലസ് 0 എത്ര വരും? 2 ഇൻറ്റു 2. ഓക്കെ, ഇവിടെ 2 മൈനസ് 1 2 മൈനസ് 1 1 ആണ് ഇൻറ്റു 1 പ്ലസ് 1 എത്രയായി? 2 ആയി. ഓപ്ഷൻ നമ്പർ 2. ഓപ്ഷൻ നമ്പർ 2 ആൻസർ 2. അടുത്തത്, ടു ഡു എ സർട്ടൻ ടാസ്ക് എക്സ് വുഡ് ടേക്ക് 3 times as long as y and z together and z would takes 4 times as long as y and x together. 3 of them together can complete the task in 10 days. How much time in days is taken by x and z to complete the task? ഒരു ടാസ്ക് ചെയ്യുന്ന സമയത്ത് എക്സ് എടുക്കുന്ന സമയം വൈയും ഇസഡും എടുക്കുന്ന സമയത്തിനേക്കാൾ 3 ഇരട്ടിയാണ്. അതേപോലെ ഇസഡ് എടുക്കുന്ന സമയം വൈയും എക്സും കൂടി ഒന്നിച്ചെടുക്കുന്ന സമയത്തേക്കാൾ 4 ഇരട്ടിയാണ്, 4 മടങ്ങാണ്. ഇവർ 3 പേരും കൂടി ഒന്നിച്ച് ടാസ്ക് ചെയ്യുകയാണെങ്കിൽ 10 ദിവസം ആണ് വേണ്ടി വരിക. അങ്ങനെയാണെങ്കിൽ എക്സും ഇസഡും കൂടി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ടായിരിക്കും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക? നമുക്ക് ആദ്യം ഇവരുടെ ഡേയ്സിൻ്റെ റേഷ്യോ എടുക്കാം. ഡേയ്സിൻ്റെ റേഷ്യോ എങ്ങനെയാണ്? എഫിഷ്യൻസിയുടെ റേഷ്യോ ആയിട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. കാരണം നമ്മൾ നല്ല എഫിഷ്യൻ്റ് ആണെങ്കിൽ ഒരു വർക്ക് ചെയ്തെടുക്കാൻ നമുക്ക് കുറച്ച് ദിവസം മതി. പക്ഷേ ഭയങ്കര സ്ലോ ആയിട്ട് ഒട്ടും എഫിഷ്യൻസി ഇല്ലാണ്ടാണ് ചെയ്യുന്നതെങ്കിലോ കുറേ ദിവസം വേണം. അതായത് ഡേയ്സും മറ്റേ
എഫിഷ്യൻസി എങ്ങനെയാണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ ഡേയ്സിൻ്റെ റേഷ്യോ എന്താണോ വരുന്നത് അതിൻ്റെ നേരെ തിരിഞ്ഞായിരിക്കും ആര് വരിക? എഫിഷ്യൻസിയുടെ റേഷ്യോ വരിക. അപ്പോൾ ഡേയ്സ് എക്സിൻ്റെ ഡേയ്സും അതേപോലെ വൈയും ഇസഡും കൂടി ഒന്നിച്ച് ചെയ്യുന്ന ഡേയ്സിൻ്റെ റേഷ്യോ എങ്ങനെയാണെന്നാണ് പറഞ്ഞത്? 3/1. ഇവർ 1 എടുക്കുന്നതെങ്കിൽ അതിൻ്റെ 3 മടങ്ങാണ് ആരെടുക്കുന്നത്? എക്സ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് 3/1 എന്നാണ് അവരുടെ റേഷ്യോ വരിക. അപ്പോൾ 3/1 ആണ് ഡേയ്സിൻ്റെ റേഷ്യോ എങ്കിൽ എഫിഷ്യൻസിയുടെ റേഷ്യോ എങ്ങനെ വരിക? എഫിഷ്യൻസിയുടെ റേഷ്യോ എഫിഷ്യൻസി ഓഫ് എക്സ് ബൈ എഫിഷ്യൻസി ഓഫ് വൈ പ്ലസ് ഇസഡ് നേരെ തിരിഞ്ഞ് വരും, 1/3 വരും. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് ഡേയ്സിൻ്റെയും എഫിഷ്യൻസിയുടെ റേഷ്യോ നമ്മൾ എടുക്കുന്നത്. പിന്നെ അടുത്ത കേസിൽ ഡേയ്സിൻ്റെത് പറയുന്നില്ല, നേരെ എന്ത് ചെയ്യാണ്? എഫിഷ്യൻസി ഇതാണ്, എഫിഷ്യൻസി ഓഫ് ഇസഡ് ബൈ എഫിഷ്യൻസി ഓഫ് എക്സ് പ്ലസ് വൈ. ഡേയ്സ് ഇവരെടുക്കുന്നതിൻ്റെ 4 മടങ്ങെന്ന് പറഞ്ഞുകൊണ്ട് എഫിഷ്യൻസി എങ്ങനെ വരും? നേരെ തിരിഞ്ഞ് 1/4 വരും. അപ്പോൾ നമ്മൾ എഫിഷ്യൻസി 3 പേരുടെയും കൂടി സം ചെയ്യുമ്പോൾ എന്ത് വരണം? എപ്പോഴും ഒരേ വാല്യൂ അല്ലേ വരേണ്ടത്? കാരണം നമ്മൾ ഒരേ 3 ആൾക്കാരെ പറ്റിയില്ലേ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ആഡ് ചെയ്ത് നോക്കുക, എക്സും വൈയും ഇസഡും 3 പേരുണ്ട്. ഇവരുടെ 3 പേരുടെ എഫിഷ്യൻസി നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 1 + 4 5 എന്നാണ് വന്നത്. ഇവിടെയാണെങ്കിലോ 1 + 3 4 എന്നാണ് വരുന്നത്. പക്ഷെ ഇങ്ങനെയാണോ വരേണ്ടത്? അല്ല, നമ്മൾ ഒരേ ആൾക്കാരുടെ കേസ് തന്നെ പറയുന്നുണ്ട്, അത് ഈക്വലായിട്ട് വരണം. അപ്പോൾ ഈ 5നെയും 4നെയും നമ്മൾ ഈക്വൽ ആക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്താൽ മതി? LCM കണ്ടാൽ മതി. അപ്പോൾ 4ൻ്റെയും 5ൻ്റെയും LCM 20 ആണ്. അപ്പോൾ ഇതിനെ 20 ആക്കാൻ വേണ്ടിയിട്ട് × 4 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെയാണെങ്കിൽ × 5 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് നമ്മൾ ഈ റേഷ്യോ അല്ല ഡിനോമിനേറ്ററിനെ ന്യൂമറേറ്ററിനെ എന്ത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 4 ഇവിടെ 4 വെച്ചിട്ടും അവിടെ 5 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ 4 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? 4/16 എന്ന് വരും. ഇവിടെ 5 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5/15 എന്ന് വരും. ഓക്കെ അല്ലേ? എഫിഷ്യൻസിയുടെ സം ആഡ് ചെയ്യുമ്പോൾ ഈക്വൽ ആയിരുന്നു വരേണ്ടത്, പക്ഷെ അങ്ങനെ വന്നില്ല. അങ്ങനെ വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ 4 വെച്ചിട്ടും 5 വെച്ചിട്ടും മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 16 + 4 20, 5 + 15 20. ഇനി എക്സിൻ്റെ എഫിഷ്യൻസി എത്രയാണ്? മുകളിൽ കിടക്കുന്നതല്ലേ എക്സിൻ്റെ എഫിഷ്യൻസി. അപ്പോൾ എക്സിൻ്റെ എഫിഷ്യൻസി 5 ആയി. അതേപോലെ ഈ സൈഡിലെ ന്യൂമറേറ്ററിൽ ആരായിരുന്നു? ഇസഡ് ആയിരുന്നു. അപ്പോൾ ഇസഡിൻ്റെ എഫിഷ്യൻസി, ഇതെല്ലാവരുടെ എഫിഷ്യൻസിയാണ്, ഇസഡിൻ്റെത് 4 ആയി. അങ്ങനെയാണെങ്കിൽ വൈൻ്റെ എത്ര വരും? വൈയും ഇസഡും കൂടി കൂട്ടുമ്പോൾ 15 വരണമായിരുന്നു. ഇസഡിൻ്റെ മാത്രം 4 ആണെങ്കിൽ വൈൻ്റെ എത്രയാണ്? 11 അല്ലേ വരിക? 11 + 4 ആണ് 15. ഇവിടെ ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ എക്സും വൈയും 16 വരണമായിരുന്നു. എക്സിൻ്റെ മാത്രം 5 ആണ്. 16 വരണമെങ്കിൽ ഏത് തന്നെ വരിക? 11 തന്നെ വരിക. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തേക്കുന്നത് ശരിയാണ്. അപ്പോൾ 3 പേരുടെ എഫിഷ്യൻസി കിട്ടി. ഇനി പറഞ്ഞേക്കുന്നത് ഇവർ 3 പേരും കൂടി വർക്ക് ചെയ്യുകയാണെങ്കിൽ എത്ര സമയം വേണം? 10 ഡേയ്സ് വേണം. അപ്പോൾ ടോട്ടൽ വർക്ക് ഈസ് ഈക്വൽ ടു ടോട്ടൽ എഫിഷ്യൻസി ഇൻറ്റു ടൈം അല്ലേ? ടോട്ടൽ എഫിഷ്യൻസി എത്രയാണ്? 20 ആണ്. സമയം 10 ദിവസമാണ്. അപ്പോൾ ടോട്ടൽ വർക്ക് 200 യൂണിറ്റാണ് നമുക്ക് എടുക്കാം. ഇനി ചോദിച്ചേക്കുന്നത് എക്സും ഇസഡും കൂടി വർക്ക് ചെയ്യുകയാണെങ്കിൽ, എക്സും ഇസഡും എന്ന് പറയുമ്പോൾ എത്രയാണ്? 9 ആണ് എക്സിൻ്റെയും ഇസഡിൻ്റെയും കൂടിയിട്ടുള്ള എഫിഷ്യൻസിയുടെ സമ്മ്. സമയം എന്ന് പറയുന്നത് വർക്ക് ഡിവൈഡ് ബൈ എഫിഷ്യൻസി 200/9. 200/9 നമ്മൾ ചെയ്യുമ്പോൾ 22 സംതിങ് വരും. 22 വെച്ചിട്ട് അതൊരു ഓപ്ഷനുള്ളൂ, 22 2/9. ഓക്കെ ആണല്ലോ? ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുക. അപ്പോൾ ഇത്രയായിരുന്നു ഫസ്റ്റത്തെ ഡേയിൽ ഫസ്റ്റ് ഷിഫ്റ്റിൽ ചോദിച്ചിരിക്കുന്ന മാത്സ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.